വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെ ഫ്ളാറ്റ് വന്നു? രാഹുൽ മാങ്കൂട്ടവും വടകരയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ ഫ്ളാറ്റ് ആരുടേതാണ്? ആ ഫ്ളാറ്റ് ഉടമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ തെമ്മാടിത്തരങ്ങളുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AK ലതീഷ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. നോക്കാം, വടകരയിലേക്ക് അന്വേഷണ സംഘം എത്തുന്ന വഴികൾ എങ്ങനെയാണെന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വടകര റൂട്ട് മാപ്പ് ഏത് വഴിക്കാണെന്ന് കൂടി നമുക്ക് പരിശോധിക്കണം. ലതീഷ്, ഗുഡ് മോർണിംഗ്. അന്വേഷണ സംഘം ഇനി വടകരയിലേക്കാണ്. ഈ റിമാൻഡ് റിപ്പോർട്ടിലും യുവതിയുടെ മൊഴിയിലുമൊക്കെ പറയുന്ന വടകരയിലെ ഫ്ളാറ്റ് അത് ആരുടേതാണ് എന്ന് പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നീക്കത്തിലേക്ക് കൂടി SIT കടക്കുകയാണ്. അത്യാവശ്യം നമുക്കെല്ലാം അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വടകര ബന്ധം എന്താണ് എന്നുള്ളത്. പക്ഷേ അത് അങ്ങനെ തെളിവില്ലാതെ വിളിച്ചു പറയാൻ കഴിയുകയുമില്ല. അപ്പോൾ ആ ഒരു പരിശോധനയിലേക്ക് കടക്കുകയാണോ SIT? തന്നെ രാഹുൽ ഇവരുമായി യുവതികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. അവരെ ഫ്ളാറ്റിലേക്ക് അല്ലെങ്കിൽ ഹോട്ടലുകളിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവരെ കൊണ്ട് മുറിയെടുപ്പിക്കുന്നു. അവിടെ വെച്ച് ഈ രീതിയിൽ വളരെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് അവരെ വിധേയമാക്കുന്നു. തുടർന്ന് നഗ്ന ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് അത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ ബ്ലാക്ക്മെയിലിംഗ് തന്ത്രത്തിലൂടെ അവരെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ നിലയിലുള്ള ലൈംഗിക വൈകൃതത്തിനുടമയായ ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കേരളീയ സമൂഹം കണ്ടത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ഏതായാലും ആ ചോദ്യം ലതീഷ്, ആ ചോദ്യം ഇന്ന് കേരളം ഒന്നടങ്കം ചോദിക്കുകയാണ്. ഈ വടകരയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബന്ധം എന്താണ്? വടകരയിലെ ഫ്ളാറ്റ് ആരുടേതാണ്? ആ ഫ്ളാറ്റിനും ആ ഫ്ളാറ്റിന്റെ ഉടമയ്ക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപാടുകളിൽ റോൾ എന്താണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കെല്ലാം അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് MLA ആയ അടൂർ സ്വദേശിയായ രാഹുൽ മാങ്കൂട്ടത്തിന് വടകരയിൽ എന്താണ് ബന്ധമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ബന്ധം ഈ പറയുന്ന ഉടായ്പകൾക്കും തെമ്മാടിത്തരങ്ങൾക്കും എല്ലാം പിന്തുണയായിട്ടുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് അന്വേഷണ സംഘം പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടകരയിലെ ഫ്ളാറ്റ് ആരുടേതാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വടകര റൂട്ട് ഏത് വഴിക്ക് വന്നിരിക്കുന്നു? പാലക്കാട് നിന്ന്, അടൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എങ്ങനെ വടകരയിൽ എത്തുന്നു? വടകരയിൽ ആരാണ് രാഹുലിന്റെ രക്ഷാധികാരി? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇതിനൊക്കെ ഉത്തരം തേടേണ്ടതുണ്ട്. ഈ പറയുന്ന ആക്ഷേപങ്ങളിൽ വടകര ഫ്ളാറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുകയാണ്. ലതീഷ്, തുടരാം. മനു, വടകരയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പ് ചെയ്തത്. ഷാഫി പറമ്പിലായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. മറ്റ് മണ്ഡലങ്ങളിൽ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ രാഹുൽ മാങ്കൂട്ടം വടകര മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അന്ന് തന്നെ യൂത്ത് കോൺഗ്രസിലും വലിയ എതിർപ്പിന് ഇടയാക്കിയിരുന്നു. ആ ഘട്ടത്തിലാണ് വടകര ക്യാമ്പ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റും അവിടെ ഷാഫി പറമ്പിലിനായി അദ്ദേഹം നടത്തിയത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ക്ഷണമുണ്ടായതെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് 2024 ഏപ്രിൽ 8-നാണ് തിരുവല്ലയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഇന്നലെ അറസ്റ്റിനിടയാക്കിയ യുവതിയെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കുന്നത്. ക്രൂരമായ ലൈംഗിക പീഡനമാണ് എന്ന് FIR-ലെ വിവരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. ആ FIR-ലാണ് അല്ലെങ്കിൽ ആ മൊഴിയിലാണ് ഈ പെൺകുട്ടി പറയുന്നത് ഈ പീഡന ശേഷം തന്നെ രാഹുൽ മാങ്കൂട്ടം ക്ഷണിച്ചത് വടകരയിലെ ഫ്ലാറ്റിലേക്കാണ്. വടകരയിലൊരു ഫ്ലാറ്റുണ്ട്, അവിടേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. ആദ്യ അനുഭവം കൊണ്ട് തന്നെ എല്ലാം മടുത്ത് ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് താൻ എത്തിയിരുന്നു എന്ന് അവർ വളരെ വേദനയോടുകൂടി ഈ മൊഴിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫ്ലാറ്റിലേക്ക് അവർ വന്നില്ല എന്നത് ഒരു ശരി തന്നെയാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഫ്ലാറ്റും ഹോട്ടലുകളിലും മറ്റും ലതീഷ്, ഇപ്പോൾ വടകരയിലെ ഫ്ളാറ്റിലേക്ക് ആ പെൺകുട്ടിയെ വിളിച്ചു എന്നാണല്ലോ പറയുന്നത്. സ്വാഭാവികമായും ഒരു ഫ്ളാറ്റിലേക്ക് അയാൾ ഒരു പെൺകുട്ടിയെ വിളിക്കുമ്പോൾ ആ ഫ്ളാറ്റിന്റെ ഉടമയ്ക്ക് അറിയാമല്ലോ അങ്ങനെ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ഉടമയെ അറിയാതെ എന്തായാലും അയാൾ ആ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ സാധ്യതയില്ല. ഉടമയെ അറിയിക്കാതെ ഒരു അതിഥിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഫ്ളാറ്റിലേക്ക് വിളിച്ചുകൊണ്ട് പോകും എന്ന് ലതീഷിന് തോന്നുന്നുണ്ടോ? അപ്പോൾ ആ ഉടമ ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമായി വരികയല്ലേ? ഈ ഉടമ ആര് എന്ന് സംബന്ധിച്ച് ഒരു സംശയം ഇപ്പോഴും ബാക്കിയാണ് മനു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കാര്യം
പോലീസ് അന്വേഷിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ ഏതെങ്കിലും ആളുകൾക്ക് ഫ്ലാറ്റ് ഉള്ളതായി നമുക്കറിയില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരുമെല്ലാം വീടും ഫ്ലാറ്റുകളുമൊക്കെ എടുത്താണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. അത്തരത്തിലുള്ള ഫ്ലാറ്റ് അവിടെ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ്, പ്രാഥമികമായ വിവരശേഖരണമാണ് പോലീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവിടെ പീഡനം നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ കൂടുതലായ ഒരു അന്വേഷണം പോലീസിന് നടത്തേണ്ടി വരില്ല. കാരണം അവിടെ ഒരു തെളിവെടുപ്പോ മറ്റോ ഒന്നും സാധ്യതയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം തന്നെ നിലവിലില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ ഇത്തരത്തിൽ ഹോട്ടലുകളും ഫ്ലാറ്റുകളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പീഡനം നടത്തിയത്, യുവതികളെ പീഡിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പീഡനത്തിന് അദ്ദേഹം തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിൽ സ്വാഭാവികമായും ഈ പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വടകര ഫ്ലാറ്റും വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലാറ്റ് ആരുടേതാവാം എന്നത് സംബന്ധിച്ചുള്ളൊരു വിവരശേഖരണത്തിലേക്ക് SIT കടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മനു.